നമസ്കാരം. ലഹരി മാഫിയയുടെ പിടിയിൽ നിന്ന് മക്കളെ രക്ഷിക്കാൻ ഓടുന്ന മാതാപിതാക്കളുടെ കിതപ്പിൻ്റെ ശബ്ദമാണ് നമ്മൾ കേൾക്കുന്നത്. അവരുടെ നിലവിളികളാണ് കേൾക്കുന്നത്. എന്നെ വിളിക്കുന്ന അമ്മമാർ ചോദിക്കുന്നത്, എൻ്റെ മക്കൾക്ക് വല്ല പ്രശ്നമുണ്ടോ സ്വാമി? മക്കളുടെ സ്വഭാവത്തിന് ഇങ്ങനെയൊക്കെയുള്ള വ്യത്യാസമുണ്ട്, അവരിത് വല്ലത് ഉപയോഗിക്കുമോ സ്വാമി? നമ്മൾ എന്ത് ഉത്തരമാണ് പറയുക? കേരളത്തിൽ വളരെ ദയനീയമായി തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു യുവതലമുറ, ആ തലമുറയെ രക്ഷിക്കാനായിട്ട് നമ്മുടെ മാധ്യമങ്ങൾ 24 ആണെങ്കിലും ഏഷ്യാനെറ്റ് ആണെങ്കിലും റിപ്പോർട്ടർ ചാനലാണെങ്കിലും ഒക്കെ അതിന് കഠിന ശ്രമം നടത്തി അത്തരം ആൾക്കാരെ സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരാനായിട്ട് കഠിന ശ്രമം നടത്തുന്നുണ്ട്. ഞാനൊരു കാര്യം പറയാം. വളരെ മിടുക്കനായി പഠിച്ചിരുന്ന ഒരു കുട്ടി ഈ ലഹരി പദാർത്ഥത്തിന് അടിമയായി ആത്മഹത്യ ചെയ്തു. അടുത്ത കാലത്ത് നിശബ്ദരായി. അവൻ്റെ ഒരു തലമുറയെ സൃഷ്ടിക്കാൻ പറ്റാത്ത വിധം അവൻ്റെ ശാരീരികമായ ക്ഷമത നശിച്ചു. ബുദ്ധിക്ക് ബുദ്ധിഭ്രമം വന്നു, മന്ദത ബാധിച്ചു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ സത്യം, പണം കിട്ടുമായിരിക്കും നിങ്ങൾക്കിതുകൊണ്ട്. ഒരുപാട് പേര്, ഒരിക്കൽ ഞാൻ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം, ഞാൻ ടീച്ചറോട് ഒരിക്കൽ വണ്ടിയിൽ പോയപ്പോൾ ഒരാൾ കുറേ പെൺകുട്ടികൾ നിൽക്കുന്നതിൻ്റെ ഇടയിൽ ഒരു പയ്യൻ ചെന്ന് നിന്നിട്ട് അവൻ്റെ ഇതെടുത്ത് പെൺകുട്ടികളുടെ കയ്യിൽ കൊടുക്കുന്നു. ആ പെൺകുട്ടികൾ വായിച്ച് വളരെ സുരക്ഷിതമായിട്ട് അവരുടെ ബാഗിൽ വയ്ക്കുന്നു. ഇത് നമ്മൾ നേരിട്ട് കാണുന്ന ഒരു സത്യമാണ്. ഒരു സ്ഥലം, ഞങ്ങൾ പോകുന്ന ഒരു വഴിയിലാണ്, അയാളെ കണ്ടാൽ അറിയാം. അപ്പോൾ ഇത്തരം നമ്മുടെ പെൺകുട്ടികൾ, കേരളത്തിലെ സ്ത്രീകളെക്കുറിച്ച്, കേരള സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അവരുടെ പാതിവൃത്യത്തെക്കുറിച്ചും അവരുടെ പുത്രധർമ്മത്തെക്കുറിച്ചും, ഭർത്തമതിയായിട്ടുള്ള സ്ത്രീകളാണെങ്കിൽ അവർ കുടുംബം പോറ്റുന്നതിനെക്കുറിച്ചുമൊക്കെ നമ്മൾ കഥകളിലും നോവലുകളും ഒക്കെ വായിച്ച്, കേരളം ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്ന പോലെ അവിടെയാണ് ഈ മയക്കുമരുന്ന് എന്ന് പറയുന്ന വ്യാപകമായ ചുകുത്താൻ കയറി ഒരു തലമുറയെ മുഴുവൻ നശിപ്പിക്കുന്നത്. അടുത്ത തലമുറയിൽ നമുക്ക് വാർത്തെടുക്കാൻ പറ്റുന്നത് ആരൊക്കെയാണ്? ഒരു നല്ല കുട്ടിയെ സൃഷ്ടിക്കാൻ പറ്റുന്നുണ്ടോ? ഒരു നല്ല ഗർഭപാത്രം കിട്ടുമോ? ഒരു നല്ല ബീജം കിട്ടുന്ന അവസ്ഥയിലേക്കുണ്ടാകുന്ന ഒരു ശരീരം ഉണ്ടാകുമോ? എന്ത് ദുർബലമായിട്ടുള്ള ഈ ധൂമപടലങ്ങൾ, തലയ്ക്ക് ലഹരി ഉണ്ടാക്കുന്ന, എവിടെയാണ് കിടക്കുന്നതെന്നോ എന്താണ് സംഭവിക്കുന്നോ എന്നറിയാത്ത ജീവിക്കേണ്ടി വരുന്ന ഈ ലഹരിയുടെ ലോകത്ത് നിന്ന് നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിയുന്നത് എങ്ങനെയാണ്? വളരെ ദയനീയമാണ്. ഒരു പെൺകുട്ടി പ്രഗ്നൻ്റ് ആയെന്ന് അറിയുന്നതേ ഇല്ല. പണ്ട് ഹിപ്പികൾ എന്നൊക്കെ പറയുന്നത്, അമേരിക്കയിലൊക്കെ ഹിപ്പികൾ എന്ന് പറയും. നമ്മളിപ്പോൾ അമേരിക്കയിൽ, ഞാൻ ഹിമാലയത്തിലൊക്കെ പോകുമ്പോൾ ഒരുപാട് ജീവിതം മതിയായിപ്പോയ യുവാക്കന്മാർ ജീവിതം മതിയായിപ്പോയി. അവർ മെഡിറ്റേഷനിൽ ഇരിക്കുന്നതാണ് ഗംഗയുടെ തീരത്ത്. ഗുഹാന്തരങ്ങളിലേക്ക് ഒന്നും വളരെ കുറച്ച് പേരെ പോവുള്ളൂ. ഒരുപാട് അനുഭവങ്ങളാണ് ഈ പറയുന്നത്. നശിച്ചുപോയി. അവിടെ നിന്നൊക്കെ ജീവിതം ചെറിയ പ്രായത്തിലെ 10-20 വയസ്സാകുമ്പോൾ തന്നെ ജീവിതം മരവിച്ചു പോയി. അവർ ഈ ഇന്ത്യയുടെ സംസ്കാരം, ഇന്ത്യയുടെ പൈതൃകം, സിന്ധു നദീതട സംസ്കാരം, ഒരു സംസ്കാരത്തിൻ്റെ ഭാഗം, ഒരു നദിയുടെ സംസ്കാര ഭാഗം ഉണ്ടായിരുന്നു. പുണ്യമായ നദികൾ ഒഴുകുന്ന സ്ഥലമാണ് ഇന്ത്യ, ഭാരതം. ആ ഭാരതത്തിനകത്താണ് ഇത്തരം വികൃതവും വികലവുമായിട്ടുള്ള തലമുറയെ നശിപ്പിക്കുന്ന ഈ കറുപ്പ് അടിഞ്ഞു കയറുന്നത്. ഒരു പ്രാവശ്യം ഉപയോഗിച്ചാൽ വീണ്ടും ഉപയോഗിക്കാൻ തോന്നുക, അതിനടിമയാകുക, ജീവിതം ശിഥിലമാക്കുക, മാതാപിതാക്കളുടെ ദുഃഖങ്ങൾ പോലും കാണാതെ അവരെ വെട്ടിപ്പരിക്കേൽപ്പിക്കുക, പണത്തിനു വേണ്ടി അവരെ പീഡിപ്പിക്കുക. ഈ ക്രൂരമായ വാസന അവസാനിപ്പിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ചെറുപ്പക്കാരോട് നമുക്ക് ഉപദേശിക്കാനൊന്നും പറ്റില്ല. ഇതിപ്പോൾ വാർത്ത പറഞ്ഞു എന്നുള്ളത്, എൻ്റെ അടുത്ത് ഇത്തരം ആൾക്കാർ, നിരവധി മാതാപിതാക്കളുടെ ദുഃഖദുരിതങ്ങൾ ഞാൻ കേൾക്കുന്നത് കൊണ്ട് ഇതിൽ നിന്ന് എങ്ങനെയാണ് ഇവരെ മോചിപ്പിക്കാൻ പറ്റുന്നത്? എൻ്റെ മകൻ രക്ഷപ്പെടുമോ സ്വാമി എന്ന് ഈ പകൽ മുഴുവൻ മുറിക്കാതിരിക്കുകയും രാത്രികളിൽ പുറത്തു പോവുകയും വിഭിന്നമായി പെരുമാറുകയും വിദ്യാഭ്യാസം മുഴുവൻ നശിപ്പിച്ചു കളയും, ഭക്ഷണം കഴിക്കാതിരിക്കുകയും ചെയ്യുന്ന ഭീകരമായ അവസ്ഥ നമ്മുടെ കേരളത്തിൻ്റെ വിവിധ കുടുംബങ്ങൾക്കുള്ളിലുണ്ട്. നമുക്ക് ഏറ്റവും ആശ്വാസകരമായ ഒരു കാര്യം എന്ന് പറയുന്നത്, തീരദേശ പ്രദേശത്താണെങ്കിലും ഗ്രാമപ്രദേശങ്ങളിലാണെങ്കിലും ചെറുപ്പക്കാരെ സംഘടിപ്പിച്ചുകൊണ്ട് ഇതിനെതിരെ ഒരു ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. മാർക്സിസ്റ്റ് പാർട്ടിക്കകത്താണെങ്കിലും കോൺഗ്രസിനകത്താണെങ്കിലും BJPക്കാരാണെങ്കിലും ഇവരൊക്കെ കുറേ വിഭാഗം ആൾക്കാർ ഇതിനെ ശക്തമായി നേരിടാനുള്ള ഒരു മനസ്സുള്ള
ഒരു സമൂഹം ജാതിമത ഭേദമന്യേ രാഷ്ട്രീയ പാർട്ടികൾക്ക് അതീതമായി സമൂഹത്തിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്നത് കൊണ്ടൊരു മാറ്റം ഉണ്ടാകുന്നു നമ്മൾ വിചാരിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ചെറുപ്പക്കാരോട് പറയുന്നത്, നിങ്ങൾ ഇതിൻ്റെ വിപത്തിനെ മനസ്സിലാക്കണം എന്നാണ്. ഇതിൻ്റെ വിപത്ത് മനസ്സിലാക്കൂ. ജന്മം ഈശ്വരൻ തരുന്നതാണ്. ജന്മം ഈശ്വരൻ കനിഞ്ഞു തരുന്ന ജന്മത്തെ നിങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ സൗഭാഗ്യങ്ങളും കൂടി വയലാർ രാമവർമ്മ എഴുതിയതുപോലെ, ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി എന്ന് എഴുതുന്നത് പോലെ, ദൈവം മനോഹരമായ ഭൂമിയിൽ നിങ്ങളെ സൃഷ്ടിക്കുമ്പോൾ അത് കാണാതെ അന്ധകാരത്തിലേക്ക് പോയി വീഴാതെ ഈ മനോഹരമായ ഭൂമിയുടെ എല്ലാ സുഖവും അനുഭവിച്ചുകൊണ്ട് ജീവിക്കാനായിട്ടുള്ളൊരവസ്ഥയുണ്ടാകട്ടെ. ലഹരി പദാർത്ഥങ്ങളിൽ പോയി പെടാതിരിക്കൂ. പ്രത്യേകിച്ച് പെൺകുട്ടികൾ ഇതിൻ്റെ വലിയ ഭാഗമായി നിൽക്കുന്നുണ്ട്. ഇതൊക്കെ എനിക്ക് നേരിട്ട് അറിവുള്ള കാര്യങ്ങളാണ്. നിങ്ങളൊരു നല്ല ഭാര്യയും അമ്മയും ആകേണ്ടതാണ്. നല്ല കുഞ്ഞുങ്ങളെ സൃഷ്ടിക്കേണ്ടതാണ്. കുട്ടികളാണ് രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പ്. അത്തരത്തിൽ വികൃതവും വൈകല്യവുമുള്ള മന്ദബുദ്ധികളായ കുട്ടികളെ സൃഷ്ടിക്കാതിരിക്കൂ. നിങ്ങൾ ഏത് കുലത്തിലാണോ ജനിച്ചത് ആ പ്രാർത്ഥന, ആ കുലദേവതയെ പ്രാർത്ഥിക്കുക. നിങ്ങൾ ഏത് മതത്തിലാണോ ജനിച്ചത് ആ മതം നൽകുന്ന പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നല്ല സത്കർമ്മങ്ങളോടും നല്ല ചിന്തകളോടും കൂടി ജീവിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. നമസ്കാരം.